ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള മാർഗ്ഗദീപം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താണ്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള മാർഗ്ഗദീപം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ മാസം, അതായത് മാർച്ച് 9 വരെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുവാനുള്ളത്. എന്നാൽ ഒരുപാട് രക്ഷിതാക്കളും അതേപോലെ തന്നെ പല രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും പരാതികൾ വന്ന സ്ഥിതിക്ക് വീണ്ടും, അതായത് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ മാർച്ച് 12-ാം തീയതി വരെ എല്ലാവർക്കും ഈ പറയുന്ന സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാനുള്ള വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പല രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, പലർക്കും സംശയമുള്ള കാര്യമാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഇതിൻ്റെ നിർബന്ധമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്, അതേപോലെ മതം ജാതി സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ ബാങ്ക് പാസ്ബുക്ക്, അതായത് കുട്ടിയുടെ പേരുള്ള പാസ്ബുക്ക്, അതേപോലെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കോപ്പി, അതേപോലെ ഭിന്നശേഷിയാണെങ്കിൽ അവർക്ക് ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതേപോലെ തന്നെ മറ്റേതെങ്കിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ്, അത് സ്പോർട്സ്, അതേപോലെ കല, ശാസ്ത്രം, ഗണിതം, അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിൽ സർട്ടിഫിക്കറ്റാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പിയും. ഇനി അതേപോലെ തന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ 2 പേർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് ഇതിന് കൂടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യം, ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു ദിവസം കൊണ്ട് കിട്ടുമോ, 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ഈ രീതിയിൽ അപ്ലൈ ചെയ്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ ജസ്റ്റ് നിങ്ങൾ അക്ഷയ പോലുള്ള സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ, എവിടെ ഓൺലൈൻ സെൻറ്ററിൽ പോയാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് വിത്തിൻ 1-2 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് മാക്സിമം. അതുകൊണ്ട് തന്നെ അതൊന്നും വലിയൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അപ്ലൈ ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും സഹിതം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂൾ നേരിട്ട് നിങ്ങൾ ഹെഡ് മാസ്റ്റർ സഹിതം നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രതിവർഷം അതായത് 1500 രൂപ വരെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് മാർഗ്ഗദീപം സ്കോളർഷിപ്പ്. അതേപോലെ ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 2-ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കോളർഷിപ്പായിട്ടുള്ള, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, മുസ്ലിം, ക്രിസ്ത്യൻ, അതേപോലെ തന്നെ സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. ഇനി അതേപോലെ മറ്റു വിഭാഗക്കാർ, അത് ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കെടാ വിളക്ക് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പ് നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുകയും അത് ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു വിഭാഗം സ്കോളർഷിപ്പ്, അതായത് ഈ മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും സെപ്പറേറ്റ് സ്കോളർഷിപ്പ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ പരമാവധി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.